ഇപ്പോൾ പാലക്കാട് NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ സംസാരിക്കുന്നു. കഴിഞ്ഞ 20-30 വർഷമായിട്ട് ഇവിടെ താമസിച്ച് വരുന്ന, ഇവിടെ വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ആ ആളുകളെ, കരട് വോട്ടർ പട്ടികയിലുള്ള ആളുകളെ BLOനെ ഇൻഫ്ലുവൻസ് ചെയ്ത് രണ്ട് മുന്നണികളും കൂടി വോട്ടർ പട്ടികയിൽ പേര് ഒഴിവാക്കിയിരിക്കുക. ഇവിടെ അയ്യപ്പുരത്ത് റേഷൻ കട നടത്തുന്ന ബാലു, നിങ്ങൾ ഈ പ്രദേശത്ത് ആരോട് ചോദിച്ചാലും അറിയാം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുതൽ ആ റേഷൻ കട നടത്തി വരികയാണ്. അച്ഛൻ്റെ മരണശേഷം അദ്ദേഹമാണ് റേഷൻ കട നടത്തി വരുന്നത്. എല്ലാ ദിവസവും കാലത്ത് 8 മണി തൊട്ട് രാത്രി 7:30-8 മണി വരെ ആ റേഷൻ കടയിൽ ഇരിക്കുന്ന ആളാണ്. താമസിക്കുന്നത് ഇവിടെയാണ്. അദ്ദേഹത്തെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിരിക്കുക. അദ്ദേഹത്തെയും ഭാര്യയൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുക. അപ്പോൾ BJPക്ക് അനുകൂലമായി കിട്ടുന്ന വോട്ടുകൾ ഓരോ ബൂത്തുകളിലും 20ഉം 25ഉം വോട്ടുകൾ വീതം വളരെ ആസൂത്രിതമായിട്ട് കരട് വോട്ടർ പട്ടികയിലുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് സംശയിക്കില്ല. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് അതിൽ അഡീഷണൽ ലിസ്റ്റിലാണ് ഈ നീക്കം ചെയ്തവരുടെ പേരുകളിൽ ഇവരുടെ പേര് വരുന്നത്. അപ്പോൾ രണ്ട് മുന്നണികളും തമ്മിൽ വ്യാപകമായിട്ട് കള്ളവോട്ട് ചേർത്തുക, BJPക്ക് അനുകൂലമായിട്ട് ലഭിക്കാവുന്ന വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു നടപടി കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഇതിൽ ജില്ലാ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർ വലിയ വീഴ്ചയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലുള്ള ഡബിൾ വോട്ടിനെ സംബന്ധിച്ച് എല്ലാ രേഖകളും കൊടുത്തിരുന്നു. 1,68,000-ഓളം ഇത്തരത്തിലുള്ള വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ പരിശോധിക്കണം, അത് നീക്കം ചെയ്യണമെന്ന് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടതാണ്, ജില്ലാ കളക്ടറോട് അന്ന് ആവശ്യപ്പെട്ടതാണ്. ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിച്ചാണ്, ഹൈക്കോടതി ഇത് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് അന്ന് ജില്ലാ കളക്ടർ സ്വീകരിച്ചത്, തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർ സ്വീകരിച്ചത്. അതിൻ്റെ ഫലമാണ് ഇപ്പോഴും ഡബിൾ വോട്ട് എല്ലാ പ്രദേശത്തും വരുന്നത്. ഇത് തടയേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ ജില്ലയിൽ കൃത്യമായിട്ട് CPM അവരുടെ ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്. അല്ല, ഞങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുടെ ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എടുത്ത ഡാറ്റ ഞങ്ങളുടെ ഉണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള 20,000-ലധികം വോട്ടുണ്ട്. 20,000-ലധികം. മറ്റുള്ള സ്ഥലങ്ങളിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ മറ്റുള്ള നിയോജക മണ്ഡലങ്ങളിൽ വോട്ടുള്ള 20,000-ഓളം വോട്ടുകൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഡാറ്റയുണ്ട്. ഈ ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ അതിനെ സംബന്ധിച്ച് കോടതിയെ സമീപിക്കും. ഞങ്ങൾ അതാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ജില്ലാ പ്രസിഡന്റ് മാത്രമല്ല, ഇതുപോലെ 2 വോട്ടുള്ള എല്ലാവരെയും നീക്കം ചെയ്യേണ്ടത് ആരാ? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ജില്ലാ പ്രസിഡന്റ്, BJPയുടെ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ഓഫീസർ. NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. അതിന് തത്സമയമാണ് നിങ്ങൾ കണ്ടത്. ഗോപിനാഥൻ, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഡൽഹിക്കാർ മാസ്ക് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. പൊല്യൂഷൻ കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേന്ദ്രവും അന്യോന്യം മത്സരിക്കുകയാണെന്നും ഗോപിനാഥൻ യൂട്യൂബ് സന്ദേശത്തിൽ പറയുന്നു.